തുടർച്ചയായി 2 തവണ LDF ഭരിക്കുന്ന പഞ്ചായത്താണ് പരിയാരം. പരിയാരത്ത് പതിവ് പോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പരമ്പരാഗത കാർഷിക മേഖലയാണ് പരിയാരം. നവീന കാലഘട്ടത്തിലെ റംബുട്ടാൻ കൃഷിയുടെ ഈറ്റില്ലവുമായി ഈ പ്രദേശം മാറി. വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഇരു മുന്നണികളും അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. പൊതുവെ കോൺഗ്രസിന് മേൽക്കൈയുള്ള പഞ്ചായത്താണെങ്കിലും ഇരു മുന്നണികളെയും മാറി മാറി സ്വീകരിച്ച ചരിത്രമാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ പരിയാരത്തിന് പറയാനുള്ളത്. ചരിത്രം തിരുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 വട്ടവും LDF തുടർച്ചയായി ഇവിടെ ഭരണം നടത്തുന്നു. വിമതപ്പട ഒന്നടങ്കം ആഞ്ഞടിച്ചപ്പോൾ 2020-ൽ UDF തകർന്നടിഞ്ഞു. 15-അംഗ ഭരണസമിതിയിൽ 3 സീറ്റ് വിമതർ പിടിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളിൽ 2 പേർ മാത്രമാണ് വിജയം കണ്ടത്. ഭരണമുന്നണിയിൽ CPM-ന് 7-ഉം RJDക്ക് 2 സീറ്റുമുണ്ട്. സ്വതന്ത്രനായി ജയിച്ച മറ്റൊരാൾ പിന്നീട് ഭരണപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ചു. CPM-ലെ മായ ശിവദാസാണ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. RJDയുടെ ഡെസ്റ്റിൻ താക്കോൽക്കാരൻ വൈസ് പ്രസിഡന്റായി. കഴിഞ്ഞ 5 വർഷം വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുവെന്നാണ് LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. 31 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിക്ക് നടപ്പാക്കാനായെന്ന് പ്രസിഡന്റ് മായ ശിവദാസ് പറയുന്നു. പരിയാരം പഞ്ചായത്തിനെ സംബന്ധിച്ച് കൂടുതലും കർഷകരാണ്. വേനൽക്കാലത്ത് ഉള്ള വരൾച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാലുകുളം അതുപോലെ തന്നെ തെക്കംവേലിക്കുളം അത് നവീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക ഒന്നാണ് നമുക്ക് CSR തടയണയ്ക്ക് പുതിയ ഷട്ടറുകൾ സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 1.29 കോടിയുടെ സർക്കാർ ഗ്രാന്റുകൾ പ്രാവർത്തികമാക്കി. പാർപ്പിട മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത്, 5.79 കോടി രൂപ. ജില്ലാ പഞ്ചായത്തിന്റെ 7 കോടി രൂപയോളം വിവിധ പദ്ധതികളിലൂടെ പരിയാരം പഞ്ചായത്തിൽ വിനിയോഗിച്ചു. 55.5 ലക്ഷം രൂപ വിനിയോഗിച്ച് 3 ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ നിർമ്മിക്കാനായത് വലിയ നേട്ടമായി കരുതുന്നു. കാഞ്ഞിരപ്പള്ളി പട്ടികജാതി ഉന്നതിയിൽ 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ, ബാലികുളത്ത് പകൽവീട് നിർമ്മാണം തുടങ്ങിയവയും നേട്ടപ്പട്ടികയിലുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരുപാട് 7 കോടിയോളം രൂപ നമ്മുടെ പരിയാരം പഞ്ചായത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 പുതിയ പ്രൊജക്റ്റുകളായത് നമുക്ക് ഹാപ്പിനെസ് പാർക്ക് PWയുടെ സ്ഥലം നമുക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട്. അതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഖാദി ബോർഡിൻ്റെ സ്ഥലം പഞ്ചായത്തിന് വിട്ടുകിട്ടിയിട്ടുണ്ട്. ഒരു വ്യവസായ സമുച്ചയം പണിയുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. എന്നാൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രതിപക്ഷ അംഗങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന സമീപനമാണ് ഭരണസമിതി തുടർന്നതെന്നും കുറ്റപ്പെടുത്തുന്നു. ബാലികുളം കെട്ടി 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് കെട്ടി സംരക്ഷിച്ചെങ്കിലും ഇന്നും അത് ചോർച്ചയാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കാത്ത ഒരു പഞ്ചായത്താണ്. ഇത്രയും ഉയർന്നു നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഇതുവരെയും നമ്മുടെ ആനമല സംസ്ഥാന പാതയിൽ പോലും പൂർണ്ണമായിട്ടും വൈദ്യുതീകരണം നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പൊതുനിരത്തിൽ വെളിച്ചമെത്തിക്കുന്ന നിലാവ് പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. സ്വന്തമായി MCF ഇല്ലാത്തത് മാലിന്യ നിർമ്മാർജ്ജനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ജൽജീവൻ മിഷൻ പദ്ധതിയും കൃത്യമായി നടപ്പാക്കാനായില്ല. ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. എല്ലാ വീടുകളിലേക്ക് കൂടി വെള്ളം എന്ന പദ്ധതി അത് ഒരു പരാജയപ്പെട്ട പദ്ധതിയായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് വളരെ മോശമായ അവസ്ഥയിലാണ്. അതുപോലെ ടേക്ക് എ ബ്രേക്ക് 25 ലക്ഷം രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച പദ്ധതിയാണ്. പക്ഷേ അവിടെ ഇതുവരെ വെള്ളത്തിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അടഞ്ഞു കിടക്കുന്ന ഇതാണ്. വാർഡ് വിഭജനത്തിന് ശേഷം പരിയാരത്ത് 15-ൽ നിന്നും 17 വാർഡുകളായി എണ്ണം ഉയർന്നിട്ടുണ്ട്. വിമതശല്യം ഇക്കുറിയും UDF-ന് വിനയാകുമെന്ന കണക്കുകൂട്ടലിൽ ഭരണം നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ അതിന് മുതൽക്കൂട്ടാകുമെന്ന് അവർ കരുതുന്നു. അതേസമയം ഏതു വിധേനയും ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരവും പരിയാരം പഞ്ചായത്തിൽ പ്രതിഫലിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ.